കൊല്ലം തേവലക്കരയിൽ സ്കൂളിൽ വെച്ച് ഷോക്കേറ്റ വിദ്യാർത്ഥി ഇന്ന് മരിച്ച സംഭവം തന്നെയാണ്. അതിൽ പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെയാണ് പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇന്ന് രാവിലെയോടുകൂടിയാണ് 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റ് മരിച്ചത്. സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ ഒരു ചെരുപ്പ് വീണു. ആ കെട്ടിടത്തിനോട് ചേർന്നുള്ള ഷെഡിൽ, അതായത് സൈക്കിൾ ഷെഡാണ്, ആ ഉദ്യോഗസ്ഥന്മാരുടെ അവരുടെ ശരീരം മറ്റൊക്കെ അറിയാം. അവർക്ക് യാതൊരു കമ്മിറ്റ്മെന്റും അറിയാനുള്ള അവകാശമുണ്ട് ഞങ്ങൾക്ക്. അതാണ് സാറിന്റെ മകനാണോ മകളാണെങ്കിൽ എന്ത് ചെയ്യും സാറ്? ഒരാളും മറുപടി വകുപ്പുണ്ട്, ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പുണ്ട്. ഇതിന്റെ അതോറിറ്റിക്കെതിരെ കേസെടുക്കണം. അല്ല ചുമ്മാതെ ഒരു മാനേജ്മെന്റിന്റെ പേരിൽ കേസെടുത്തിട്ട് കാര്യമില്ല. ഇതിന്റെ അതോറിറ്റി ഉണ്ട്. ഈ അതോറിറ്റിയുള്ള 3 പേർക്ക് കൊലക്കുറ്റത്തിന് കേസെടുക്കണം. കൊലക്കുറ്റത്തിന് ആരും ടെൻഷൻ ആക്കാനില്ല. സാറിന്റെ മക്കളൊക്കെയാണ് ഇതേ അനുഭവം ഉണ്ടെങ്കിൽ എന്തായാലും സാർ എന്താണ് ഇതിനകത്ത് നിങ്ങളുടെ തീരുമാനം? ഞങ്ങൾ ഞങ്ങളുടെ മനോവിഷമമുണ്ട്. ഞങ്ങൾ പാർട്ടിക്കാരൊക്കെയാണ്, പക്ഷെ മനോവിഷമമുണ്ട് ഞങ്ങൾക്ക്. ഇത് കുട്ടിയാണ്, അതിന്റെ ഭാവി എന്ന് പറയുന്നത്. ഇത് യാതൊരുവിധ തത്വദിശയില്ലാത്ത രീതിയിലുള്ള ഒരു സ്കൂള്. ഒരു അധികാരി ഇവിടെ PJ ഇല്ലായിരുന്നോ? അല്ലെങ്കിൽ ഇവിടെ വേറെ അധികാരികളില്ലായിരുന്നോ? ഇവിടുത്തെ വൈദ്യുതി വകുപ്പിന്റെ ആൾക്കാരിന്റെ ഇത് നിങ്ങൾ കൈയെഴുതുക, നിങ്ങൾ കൈയെഴുതുക. അതിനൊരു മറുപടി ആക്രമിച്ചിട്ടില്ല, പോലീസിനെ ആക്രമിച്ചിട്ടില്ല, സ്കൂളിൽ